എൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ തുടങ്ങുകയാണ്. ഇന്ന് കുറേ വിശേഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാം ഞാനൊന്ന് ഓടിച്ചിട്ട് കാണിക്കണുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമ്മളിപ്പോൾ ഒന്ന് അത്യാവശ്യമായിട്ട് പുറത്ത് പോകേണ്ട. അപ്പോൾ പോയി അവിടുത്തെ ഒരാളെ കാണാൻ വേണ്ടി പോകുന്നതാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങോട്ട് വരുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് അവിടെ വെജിറ്റേറിയൻ ഷോപ്പിൽ കയറിയൊക്കെ ഉണ്ട്. അപ്പോൾ രാവിലെ തന്നെ നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ നമുക്ക് നോൺ വെജ് കഴിക്കാൻ അങ്ങനെ തോന്നില്ല കേട്ടോ. ഇഡ്ഡലിയും ദോശയൊക്കെയാണ് ഇഷ്ടം. വെജിറ്റേറിയൻ ഫുഡ് മാത്രം കിട്ടുന്ന ഷോപ്പിൽ നിന്നാണ് ഇഡ്ഡലിയൊക്കെ വാങ്ങിച്ച് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാകുക കേട്ടോ. അപ്പോൾ ഞങ്ങളിതേ ഇവിടെ കളമശ്ശേരിയിലുള്ള ഒരു ഷോപ്പിൽ നിന്ന് ആര്യാസ് എന്നാണ് കേട്ടോ ഞങ്ങൾ ഫുഡ് കഴിക്കണത്. അപ്പോൾ ഇഡ്ഡലി കുഴപ്പമുണ്ടായിരുന്നില്ല, അത്യാവശ്യം വലിയ ഇഡ്ഡലി ആയിരുന്നു. പിന്നെ വടയൊക്കെ നമ്മൾ ഇപ്പോൾ തമിഴ്നാട്ടിൽ ബാംഗ്ലൂർ അവിടെയൊക്കെ പോയി കഴിക്കണം ആ ഒരു ക്രിസ്പിനെസ്, അകത്ത് നല്ല സോഫ്റ്റും പുറമെ ഇങ്ങനെ നല്ല ക്രിസ്പിനെസ്സും ആയിട്ടുള്ള നല്ല വടയുണ്ടല്ലോ, അത് നമുക്കിവിടെ കിട്ടില്ല കേട്ടോ. പിന്നെ എന്തായാലും ഇഡ്ഡലിയാണ് ഞങ്ങൾ വാങ്ങിച്ചത്. അപ്പോൾ അതേ ഉണ്ണിയും അമ്മയും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അവർ ഞങ്ങൾ പോന്നപ്പോൾ നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പോൾ പിന്നെ ഞായറാഴ്ചയല്ലേ കുറച്ച് നേരം കൂടി കിടന്ന് ഉറങ്ങിക്കോട്ടെ എന്ന് കരുതി പിന്നെ ഞങ്ങൾ വിളിച്ചില്ല കേട്ടോ. അപ്പോൾ അവർക്കുള്ള ഇഡ്ഡലി ഇതേ പാഴ്സലായിട്ട് വാങ്ങിച്ച് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് വട വലിയ ടേസ്റ്റ് ഒന്നും തോന്നിയില്ല കേട്ടോ. അപ്പോൾ ഇഡ്ഡലി മാത്രമാണ് വാങ്ങിച്ചുള്ളൂ. പിന്നെ അതിൻ്റെ 2 ടൈപ്പിലുള്ള ചമ്മന്തി ഉണ്ടായിരുന്നു, പിന്നെ സാമ്പാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നല്ല രസമുണ്ട്. പുറത്ത് പോയി ഇങ്ങനെ എന്നിട്ട് ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ പതുക്കെ, അതും മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെയുള്ള ഈ പ്രദേശം ഇങ്ങനെ ഈ വഴി പോകാനൊക്കെ നല്ല രസമുണ്ട്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു നമ്മൾ പിന്നെ അതേ വീട്ടിലേക്ക് എത്തുകയാണ്. അപ്പോൾ രാവിലത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഇതൊക്കെ അവിടെ നിന്ന് കഴിച്ചു. പിന്നെ പിള്ളേരും ഇവിടെ നിന്നൊക്കെ കഴിച്ചു. പിന്നെ റെഡിയായി. ഇനി ഞങ്ങൾക്ക് കല്യാണം ഉണ്ട് കേട്ടോ. അപ്പോൾ കല്യാണത്തിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുവഴി തന്നെയാണ് പോകുന്നത്. ഇതുവഴി പോകുമ്പോൾ ഞാൻ എപ്പോഴും വീഡിയോ ചെയ്യും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സ്ഥലമാണത്. എപ്പോഴും പോകുമ്പോഴും നമുക്ക് ചൂട് സമയത്ത് പോകുമ്പോഴും നല്ലൊരു തണുപ്പൊക്കെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. ഭയങ്കര രസമാണ്. അപ്പോൾ നമ്മൾ ദേ ഇതിലെ പോയിക്കൊണ്ടിരിക്കേണ്ട. അപ്പോൾ ആ പോകുന്ന വഴിയും ഇതൊക്കെ ഭയങ്കര രസമുണ്ട്. ഈ റൂട്ടൊന്നും നമ്മൾ അധികം അങ്ങനെ പോകാറില്ല. അപ്പോൾ നല്ലൊരു ഇതായിട്ട് തോന്നിയിട്ടാ. അപ്പോൾ കല്യാണം അവിടെ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഞാനും ഉണ്ണിയും ഞങ്ങൾ ഇന്ന് പല കളറിലുള്ള ഡ്രസ്സുകളാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് എല്ലാവരും ഒരേ കളർ ഡ്രസ്സ് അങ്ങനെയൊന്നും ഇടാൻ പറ്റിയില്ല. അങ്ങനെയൊക്കെ അപ്പോൾ നമ്മൾ ഇന്ന് കല്യാണത്തിന് പോകുന്നത് ഹസ്ബൻഡിൻ്റെ പെങ്ങളുടെ നാത്തൂൻ്റെ വീട്ടിലാണ് കേട്ടോ. അതിൻ്റെ മോളുടെ കല്യാണമാണ്. അപ്പോൾ നമ്മൾ ഈ റൂട്ടൊന്നും നമ്മൾ അധികം അങ്ങ് യാത്ര ചെയ്യാത്തൊരു റൂട്ടാണ്. അപ്പോൾ ആൾക്ക് പരിചയമൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും ഇത് നല്ല ഭംഗിയാണ് കേട്ടോ. 2 സൈഡ് കാണാനും നിറയെ ഒരു നല്ലൊരു ഗ്രാമപ്രദേശത്തൂടി പോകുന്ന പോലെ നമുക്ക് തോന്നും കേട്ടോ. അപ്പോൾ അങ്ങനെ കൂടുതലൊന്നും പിന്നെ പോകുന്നത് വഴി വീഡിയോ ചെയ്തില്ല. അങ്ങനെ ആ ഓഡിറ്റോറിയം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഗൂഗിൾ മാപ്പ് നോക്കിയാണ്ട നമ്മളിവിടെ എത്തിയത്. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഇവിടെ റെസ്റ്റ് ചെയ്തിരിക്കേണ്ട. അപ്പോൾ ഇത് ഹസ്ബൻഡിൻ്റെ ഫാമിലി എല്ലാവരും ഉണ്ട്. ഉമ്മയും സിസ്റ്ററും ബ്രദറും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഫാമിലിയാണ് ഇവിടുത്തെ എല്ലാം. പിന്നെ വാപ്പ വന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ മാത്രമേ കല്യാണത്തിന് പോയുള്ളൂ. അപ്പോൾ ഫുഡൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് സമയം ഞങ്ങളിങ്ങനെ സംസാരിച്ചിരുന്നു. പിന്നെ വേഗം പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ആളുകളൊക്കെ പോയി തുടങ്ങിയായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങളും പിന്നെ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് കാണാം കേട്ടോ. ഇനിയിപ്പോൾ 1-2 കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം തന്നെ ഒരു ഫർണിച്ചർ ഷോപ്പിലാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇത് ഇടപ്പള്ളിയിലുള്ള ഒരു ഫർണിച്ചർ ഷോപ്പാണ്. അപ്പോൾ നമ്മളിവിടെ വന്നത് ഫ്രണ്ടിൽ സിറ്റൗട്ടിലൊക്കെ ഇടുന്ന ചെയർ വാങ്ങിക്കാൻ വന്നതാണ് വുഡിൻ്റെ. അപ്പോൾ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഇവിടെ കണ്ടില്ല കേട്ടോ. പിന്നെ സെറ്റുകളൊക്കെ കുറേ ഇങ്ങനെ പലതരത്തിലുള്ളതൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഉദ്ദേശിച്ച് വന്ന ആ ചെയർ ഇവിടെ കണ്ടില്ല. അപ്പോൾ പിന്നെ നമ്മൾ അവിടെ നിന്ന് പോരണം. അവിടെ കൂടുതൽ അങ്ങനെ വലിയ സെലക്ഷൻ കാര്യങ്ങളൊന്നും അങ്ങനെ ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വേറെ കുറച്ച് ഇതൊക്കെ നോക്കാനുണ്ട്. അപ്പോൾ ഡോറ്, ജനൽ, അങ്ങനെ അതൊക്കെ നോക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇവരുടെ തന്നെ ഷോറൂം തൊട്ടപ്പുറത്തുണ്ട്, ഇവരുടെ തന്നെ വർക്ക്ഷോപ്പ്. അപ്പോൾ അവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി അവിടുത്തെ വില കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ അവിടുത്തെ ഈ ജനലും കട്ടിലപ്പടിയും അങ്ങനെ അതൊക്കെ അവിടെ ധാരാളം ഇങ്ങനെ പണി കഴിപ്പിച്ചൊക്കെ ഇങ്ങനെ വച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നോക്കി നമ്മളിപ്പോൾ ഒരാളെ ഇരുത്തി പണിയിപ്പിക്കുന്നതും അവിടെ വർക്ക്ഷോപ്പിൽ പോയി നമ്മൾ പണിത് വെച്ചിരിക്കുന്നതും വാങ്ങിക്കുന്നതും അതിൻ്റെ ക്വാളിറ്റിയും റേറ്റ് മാത്രമല്ല അതിൻ്റെ ക്വാളിറ്റിയും എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ഉറപ്പ് വരുത്തണം കേട്ടോ. എന്നാലേ നമുക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ ഉള്ളതും ജസ്റ്റ് ഒന്ന് അതിൻ്റെ റേറ്റും ഇതെല്ലാം ഒന്ന് നോക്കി കാണുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് വാങ്ങിക്കുകയൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഇവിടെ വന്ന് നോക്കിയിട്ട് നമ്മൾ പിന്നെ ഇവിടെ നിന്ന് പോകേണ്ട. അപ്പോൾ ഇന്ന് വേറെ കുറച്ച് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം കേട്ടോ.
നമ്മൾ ലുലുവിലാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇവിടെയാണെങ്കിൽ നല്ല ബ്ലോക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ നോക്കുമ്പോഴുണ്ട് അവിടെ 49 രൂപയ്ക്ക് ഷേക്ക് കിട്ടുന്ന ഒരു ഷോപ്പ് കണ്ടിട്ടാണ്. പക്ഷേ അവിടെ നിർത്തി കുടിക്കാനൊന്നും നമുക്ക് ഗ്യാപ്പില്ല കേട്ടോ. അവിടെ സൈഡിൽ വണ്ടി പാർക്ക് ചെയ്യാനൊന്നും യാതൊരു സൗകര്യവും ഇല്ല. അപ്പോൾ ഒരു കണക്കിന് നല്ല ക്യൂ ആയിരുന്നു. പിന്നെ അവിടെ എന്തോ ഓഫറൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ലുലുവിൽ, അതിൻ്റെ തിരക്കാവും. അപ്പോൾ പക്ഷേ കുറച്ച് സമയം, അധികം സമയം നമ്മളവിടെ ക്യൂവിൽ കിടന്നപ്പോഴാണ് നമുക്ക് കാറകത്തേക്ക് കയറ്റാൻ പറ്റിയത് കേട്ടോ. പിന്നെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ വേഗം ഇങ്ങനെ ഗ്രൗണ്ടിൽ വന്നു. അവിടെ പ്രോഗ്രാമുകളൊക്കെ നടക്കണ്ടായിരുന്നു കേട്ടോ. പുറത്തുനിന്നൊക്കെ വന്നിട്ടുള്ള ഒരാളാണ് നമ്മുടെ മലയാളികൾ. കുറച്ചുകൂടി നന്നായിട്ട് കൈയടിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നല്ലൊരു കൈയടി once again everyone. കുറച്ച് സമയം അവിടെ നിന്നതിന് ശേഷം പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോകണ്ട. അപ്പോൾ അമ്മൂനൊക്കെ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് ഐസ്ക്രീം വാങ്ങിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ലുലുവിൻ്റെ ഹൈപ്പറിൻ്റെ തൊട്ടടുത്ത് തന്നെ ആ കോർണറിൽ എല്ലാവരും ഐസ്ക്രീം വാങ്ങിക്കുന്ന സ്ഥലമുണ്ടല്ലോ. അപ്പോൾ അവിടുന്ന് ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക്, അപ്പോൾ മക്ഡൊണാൾഡ്സിൻ്റെ നമുക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളത് ഫോണിൽ കാണിക്കാൻ നമുക്ക് സ്കാൻ ചെയ്തിട്ട് ഒരെണ്ണത്തിൻ്റെ ഇതിന് നമുക്ക് 2 ഐസ്ക്രീം വാങ്ങിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അവിടുത്തെ എല്ലാ സാധനങ്ങളും അങ്ങനെയാണ്. നമുക്ക് ഒരെണ്ണത്തിൻ്റെ ഇതിന് നമുക്ക് 2 എണ്ണം വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ നല്ല ഓഫറാണത്. അപ്പോൾ എല്ലാവരും അത് പ്രയോജനപ്പെടുത്തുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളിവിടെ വന്നത് ഫാഷൻ സ്റ്റോറിലാണ്. ആ ഫാഷൻ സ്റ്റോറിൽ നിന്ന് കാര്യം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പെരുന്നാളിൻ്റെയൊക്കെ നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ സാധനങ്ങൾ പർച്ചേസിനൊക്കെ വരുമ്പോൾ നമുക്ക് ഉദ്ദേശിച്ച പോലെ രീതിയിൽ കിട്ടൂല കേട്ടോ. ഇപ്പം നമ്മളല്ലാതെ വെറുതെ ജസ്റ്റ് ഒന്ന് വരുമ്പോൾ ഇവിടെ നല്ല മോഡൽ ഡ്രസ്സുകൾ ഇതൊക്കെ കിടപ്പുണ്ടാവും. പിന്നെ നെക്ലസ്സുകളൊക്കെ നല്ല അടിപൊളി നെക്ലസ്സുകൾ, നല്ല ഭംഗിയുള്ള നെക്ലസ്സുകളും ഇതെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനൊരു 13,000 ആ റേറ്റൊക്കെ ഉണ്ട് ഈ ഒരു നെക്ലസ് സെറ്റിന് വരുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ റേറ്റ് നോക്കിയിരുന്നു. പിന്നെ കുറഞ്ഞതുകൊണ്ട്, പ്രൈസ് കുറഞ്ഞതുകൊണ്ട്, കൂടിയതുകൊണ്ട് പല റേറ്റിലുള്ളതുകൊണ്ട് കേട്ടോ. നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് എല്ലാവരും നോക്കി വാങ്ങിക്കുക. അപ്പോൾ ചില ഐറ്റത്തിനൊക്കെ നമുക്ക് ഓഫറിൽ കിട്ടും അങ്ങനെ. അപ്പോൾ ഇതിൻ്റെയൊക്കെ കമ്മലിൻ്റെയൊക്കെ ഇങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം നല്ല വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ആയിരുന്നു, നല്ല ഇതായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒരു 800 ആ ഒരു റേഞ്ചിലുള്ള കമ്മലൊക്കെ ഉണ്ടോ. ഇതൊക്കെ കുറച്ച് കൂടിയ സൈസാണ്, 800, 900 ആ റേറ്റിലൊക്കെ വരുന്നതാണ്. അപ്പോൾ നമ്മളന്ന് ബാംഗ്ലൂർ പോയപ്പോഴൊക്കെ ഇതൊക്കെ നല്ല ചീപ്പ് റേറ്റിന് കിട്ടിയിട്ടാണ് ഈ ഒരു മോഡൽ കമ്മലും ഇതൊക്കെ. പിന്നെ ഇതൊക്കെ നമുക്കൊരു 100 രൂപ ആ ഒരു റേഞ്ചിനുള്ളിലായിട്ടൊക്കെ വാങ്ങിക്കാൻ കിട്ടും. 90 രൂപയൊക്കെ ഉള്ളൂ കേട്ടോ ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത്. അപ്പോൾ അതും എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ നേരെ പകുതി വിലയ്ക്ക് കൊടുക്കുന്ന ഐറ്റംസാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ നല്ല അതനുസരിച്ചാണ് അതിൻ്റെ ക്വാളിറ്റിയും. പക്ഷേ ഇതിന് കുറച്ച് റേറ്റ് ഉണ്ട്. അപ്പോൾ ചില ബ്രാൻഡ് നമ്മൾ എടുക്കുമ്പോൾ അത് നോക്കിയെടുക്കുക, അതിൽ റേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. ഇതും കുറച്ച് റേറ്റ് കൂടിയതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ അവിടുത്തെ ഡ്രസ്സ് ഐറ്റംസൊക്കെ ആണെങ്കിലും എപ്പോഴും ഉള്ള ഒരു ഇത് തന്നെ, പ്രത്യേകിച്ച് വലിയ ഓഫറൊന്നും എനിക്ക് തോന്നിയില്ല. അപ്പോൾ അമ്മ ഇവിടെ ഒരു ജീൻസ് എടുത്തിട്ട് ഇതൊക്കെ 999 ഉള്ളൂ കേട്ടോ ഇതിന്. അപ്പോൾ അമ്മ അന്ന് പെരുന്നാളിന് വന്നപ്പോൾ ഈ മോഡലൊന്നും കണ്ടില്ല, അമ്മൂനെ ശരിക്കും ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ നല്ല ഇതൊക്കെയാണ് മെറ്റീരിയലും, ഇതൊക്കെ നല്ല ഇതാണെന്ന് പറഞ്ഞിട്ടാ. 2000 ഇതിന് 2600 30% ഓഫർ എന്ന് പറയുമ്പോൾ 2000. 2 എണ്ണം എടുത്താൽ 50% ചിലതൊക്കെ നമുക്ക് 30% നമുക്ക് ഡിസ്കൗണ്ട് കിട്ടും. ചിലതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരെണ്ണം എടുത്തിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം കൂടി നമുക്ക് ഫ്രീ കിട്ടും. അപ്പോൾ 2 എണ്ണത്തിന് ഒരെണ്ണത്തിൻ്റെ റേറ്റ് കൊടുത്താൽ മതി. അങ്ങനെയൊക്കെ ഹാഫ് പ്രൈസിൽ ഇതൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനൊക്കെ ഓഫറൊന്നും ഇല്ല കേട്ടോ. ഇതിനൊക്കെ ആ ഒരു റേറ്റ്, ഇതിലിട്ടിരിക്കുന്ന ആ ഒരു റേറ്റ് തന്നെ കൊടുക്കണം. ഇതൊക്കെ ഒരേ ട്രെൻഡിനനുസരിച്ചുള്ള ഒരേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് എല്ലാം നല്ല ഭംഗിയുണ്ട്. പിന്നെ കുട്ടികളുടെയൊക്കെ നല്ല സെലക്ഷൻ ഉണ്ട് കേട്ടോ, ഒരുപാടുണ്ട്. പക്ഷേ അതിൻ്റെ റേറ്റ് ഞാൻ നോക്കിയില്ല, കാരണം വാങ്ങിക്കാത്ത കാരണം ഞാൻ അങ്ങനെ നോക്കിയില്ല കേട്ടോ. പിന്നെ ഞാൻ കുർത്ത ഒക്കെയാണ് ഞാൻ സാധാരണ ഓടിപ്പോയി നോക്കാറ്. പിന്നെ അമ്മുവാണെങ്കിൽ പിന്നെ ഇങ്ങനെ ജീൻസ് ഐറ്റംസ് അങ്ങനെ ആ ഒരു രീതിയിലൊക്കെ അതും നോക്കും. പിന്നെ ടീഷർട്ടുകളൊക്കെ നല്ല വിലക്കുറവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. 199 രൂപയ്ക്ക് ടീഷർട്ടുകൾ ഇതൊക്കെ അല്ല, ബോയ്സിനുണ്ടായിരുന്നു, ഗേൾസിനും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പറ്റിയതുണ്ടായിരുന്നു. പിന്നെ ഈ ചെരുപ്പിൻ്റെ സെക്ഷനാണ് കേട്ടോ. ചെരുപ്പിൻ്റെ സെക്ഷനിൽ വന്നപ്പോൾ നല്ല വിലക്കുറവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 499 നമ്മൾക്ക് ഈ ചെരുപ്പുകളൊക്കെ സ്വന്തമാക്കാം കേട്ടോ. പിന്നെ ഹൈ ഹീൽഡുള്ള ചെരുപ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ എടുത്തൊന്നുമില്ല. പിന്നെ അല്ലാത്ത ഷൂ മോഡലും അങ്ങനത്തെ പല രീതിയിലുള്ളത് വെറൈറ്റി സൈസ് എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിനൊക്കെ 499 രൂപയുള്ളൂ കേട്ടോ ഇതൊക്കെ. അപ്പോൾ അമ്മു അതൊന്ന് ഇട്ട് നോക്കുമായിരുന്നു കേട്ടോ, എങ്ങനെയുണ്ട്. അമ്മുവിന് ഈ മോഡൽ ഭയങ്കര ഇഷ്ടമുണ്ട്. പക്ഷേ കുറച്ച് ടൈറ്റാണ് കേട്ടോ. അമ്മുവിന് നടക്കാൻ പിന്നെ ഒരു പേടി. അമ്മു അത്ര ഹീലുള്ളതൊന്നും അങ്ങനെ ഇടാറില്ല.
അതിനിടയ്ക്ക് ഉണ്ണിക്ക് അവിടെ ഒരു ഷൂ ഇഷ്ടമായി എന്ന് പറഞ്ഞ് ഷൂ ഒക്കെ ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉണ്ണി ഒരു ബ്ലാക്ക് കളർ ഷൂ വാങ്ങിച്ചു. പിന്നെ ഞാൻ 2 ഫ്ലോർ മാറ്റ് വാങ്ങിച്ചിട്ടാ. അപ്പോൾ അത് നല്ല ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ 299 രൂപയ്ക്ക് നമുക്ക് അത്യാവശ്യം നല്ല 2 എണ്ണം കിട്ടി കേട്ടോ. അപ്പോൾ 2 സൈസ് നല്ല വെറൈറ്റി കളറിലായിട്ട് കിട്ടി. പിന്നെ ഇതൊക്കെ ടീഷർട്ടിൻ്റെ ഏരിയ അങ്ങനെ അതൊക്കെ ഉണ്ട്. പിന്നെ അതിനിടയ്ക്ക് ഉണ്ണിക്ക് ഒരു വാച്ചും വാങ്ങിച്ചിട്ടോ. അപ്പോൾ അതിൻ്റെ ഫോട്ടോയൊന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം വാച്ച് വാങ്ങിച്ചിട്ട് നമ്മൾ ബില്ലടിക്കാനായിട്ട് നമ്മൾ അങ്ങോട്ട് പോകണം. ബില്ലടിച്ചതിന് ശേഷമാണ് പിന്നെ ഇവിടെ നിന്ന് അവർ നമ്മളുടെ കയ്യിൽ തരുള്ളൂ. ബില്ല് ഉണ്ടെന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നല്ല വെറൈറ്റി മോഡലുകൾ ഇതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഓൺലൈനിൽ നോക്കുന്ന ആ ഒരു പ്രൈസ് തന്നെയാണ് ഇതിനും ആകുന്നുള്ളൂ, ഈ വാച്ചിന് ഇവിടെയും ആകുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ അത്യാവശ്യം കുറച്ച് പർച്ചേസ് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പിന്നെ ഹൈപ്പറിലേക്ക് പോയി. അപ്പോൾ ഹൈപ്പറിൽ നിന്ന് ഞങ്ങൾ കുറച്ച് ഡിറ്റർജൻറ്റും അങ്ങനെയൊക്കെയുള്ള ഐറ്റംസൊക്കെ വാങ്ങിച്ചിട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഫുഡ് ഞങ്ങൾക്ക് കഴിക്കാനുള്ളത് കുറച്ച് കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ ഉച്ചയ്ക്ക് കല്യാണം ഇതൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ കുറച്ച് ഞങ്ങൾ ഫുഡും വാങ്ങിച്ചു. അതിനിപ്പോൾ എന്തായാലും ഇവിടെ ഇരുന്ന് കഴിക്കാൻ സമയമില്ല. ഇനിയിപ്പോൾ അടുത്ത ദിവസം സ്കൂളിൽ പോകേണ്ടതാണ്. അപ്പോൾ ഇനി നമുക്ക് വീട്ടിൽ ചെന്നിട്ടൊക്കെ കഴിക്കാമെന്നും പറഞ്ഞ് നമ്മളിപ്പോൾ ഇറങ്ങുന്ന സമയത്ത് 4-5 മണിക്കൂറോളം ആയിട്ടുണ്ടാകും നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട്. എന്നിട്ട് 70 രൂപ നമ്മൾക്ക് അവിടുന്ന് പാർക്കിംഗ് ഫീ കൊടുക്കേണ്ടി വന്നിട്ടോ. 70 രൂപ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഫോറം മാളിൽ പോയിപ്പോയിട്ട് അവിടെ പാർക്കിംഗ് ഫീ നമുക്ക് ഒട്ടും തന്നെ കൊടുക്കേണ്ടി വന്നില്ല കേട്ടോ. അപ്പോൾ അതാണ് ചിലപ്പോൾ അത് പുതിയതായത് കാരണം പിന്നെ ആളുകളൊക്കെ കൂടുതലായിട്ട് വന്ന് നല്ല മൂവ് ആയി കഴിഞ്ഞിട്ട് ചിലപ്പോൾ പാർക്കിംഗ് ഫീ ഏർപ്പെടുത്താനായിരിക്കാം. പക്ഷേ ഇവിടെ ലുലുവിൽ കുറച്ച് കൂടുതലാണോ എന്ന് എനിക്കൊരു സംശയം കേട്ടോ. കാരണം ചിലപ്പോൾ മണിക്കൂർ അനുസരിച്ചായിരിക്കും. ഞങ്ങളുടെ അടുത്ത് നിന്ന് 70 രൂപ വാങ്ങിച്ചിട്ടോ. അപ്പോൾ 50 രൂപയാവുള്ളൂ എന്ന് കരുതി ഞാൻ പൈസ പിടിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അപ്പോൾ പിന്നെ അവർ 70 രൂപ വേണമെന്ന് പറഞ്ഞു പിന്നെ അത് കൊടുക്കേണ്ടി വന്നു കേട്ടോ. അപ്പം മുൻപൊക്കെ പറയണ്ടായിരുന്നു സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്ന ബില്ല് കാണിച്ചാൽ മതി എന്നൊക്കെ ഏതോ ഒരു വീഡിയോയിലൊക്കെ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ഞാൻ പർച്ചേസ് ചെയ്ത ബില്ല് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ സമ്മതിച്ചില്ല കേട്ടോ. അപ്പോൾ നമ്മളോട് ബില്ലടയ്ക്കുക തന്നെ ചെയ്തു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതേ ഞങ്ങൾ ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോരുകയാണ്. ഇപ്പോൾ ഞാൻ എപ്പോഴും കാണിക്കാറുള്ള സ്ഥലമാണ് ഞങ്ങളുടെ വീട് എത്താറായപ്പോൾ ഉള്ള ഒരു സ്ഥലം. അപ്പോൾ എൻ്റെ വിശേഷങ്ങളും ഇന്ന് ഇവിടെ തീരണ്ട. ബാക്കി പിന്നെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യുക. ഇപ്പോൾ ഞങ്ങളുടെ പൂച്ചകളൊക്കെ അവിടെ ഞങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരിക്കും കേട്ടോ. അവർക്ക് ഇനി ഫുഡൊക്കെ അവിടെ ഇരിക്കണത് ചൂടാക്കിയൊക്കെ എടുത്ത് കൊടുക്കണം. അപ്പോൾ കല്യാണത്തിന് പോയ കാരണം പിന്നെ ഉച്ചയ്ക്കൊന്നും അവർക്ക് കഴിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല കേട്ടോ. പോയപ്പോൾ ഫുഡൊക്കെ കൊടുത്തിട്ടാണ് വന്നത്. അപ്പോൾ അതാ ഇവിടെ ലൈറ്റും ഒന്നും ഇട്ടിട്ടില്ല. അവരെ ഞാൻ മാറ്റി നിർത്തിയേക്കാം കേട്ടോ. അതിനിടയ്ക്ക്